ഹലോ, ഇതെന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതെ, നമ്മുടെ മധുരച്ചീര. നമുക്കിപ്പോൾ മധുരച്ചീരയാണ് എന്ന വേറെയും പേരുകൾ ഇതിനുണ്ടെന്ന് ഞാൻ കുറച്ച് ദിവസം മുമ്പാണ് അറിഞ്ഞത് കേട്ടാ. എന്തൊക്കെയാണെന്നോ? ജപ്പാൻ ചീര, മൈസൂർ ചീര എന്നൊക്കെ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ മിക്ക ദിവസങ്ങളിലും ചോറ് പതിലുണ്ടാകുന്നൊരു സാധനമാണ് ഈ മധുരച്ചീര തോരൻ. അങ്ങനെ വർഷങ്ങളായിട്ടാണ് ഞാൻ ഇത് കഴിച്ചിട്ട്. ഇപ്പോൾ എനിക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇപ്പോൾ ഉള്ള ആൾക്കാരൊന്നും ഇതൊന്നും കഴിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ലങ്സ് പ്രോബ്ലം ഒക്കെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നതാണെന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ. ഒരു രക്ഷയില്ല മക്കളെ, എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കേ. ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, എനിക്കിത് ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഇത് കുറേ അന്വേഷിച്ച് നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ ദാ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചിയെടുത്തൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു ദിവസം തന്നെ വയ്ക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇതിനൊക്കെ ഒരുപാട് ടൈം എടുക്കുമല്ലോ, ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമല്ല. അപ്പം ഞാൻ സൺഡേ ആണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇല കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി അതിന് വെള്ളമൊക്കെ തോർന്നതിന് ശേഷമാണ് ഇത് അരിയുന്നത്. അരിയാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത്തിരി ടൈം എടുത്ത് അതിന് ഓരോന്നും ഇറുത്തൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ക്ഷമ വേണം. എന്തായാലും ക്ഷമയൊക്കെ ഞാൻ സഹിച്ച് എന്തായാലും എനിക്ക് കഴിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടായിരിക്കും എത്ര സമയം എടുത്ത് ഞാൻ ചെയ്യാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ എനിക്ക് വേണ്ടി മാത്രം മതി, പൊന്നും ഇല്ല. പൊന്നും എൻ്റെ വീട്ടിലാണ്. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ഇത്തിരി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇത്രയും സാധനം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അരിഞ്ഞൊക്കെ. ഇനി നമുക്കൊന്ന് തോരൻ വെച്ചാലോ? സാധാരണ ചീരത്തോരനൊക്കെ വയ്ക്കുന്ന അതേപോലെ തന്നെയാണ് ഇതിനും. വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ടതില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ അതുപോലെയാണ് കേട്ടോ വയ്ക്കുന്നത്. നമ്മുടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകിട്ട്, പിന്നെ എന്താണ് നമ്മുടെ കരിവേപ്പില അതും കൂടി ഇട്ട്, വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ അത് ഇരിപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കരിവേപ്പില ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ഈ ചീരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വയ്ക്കണം. ശരിക്കും ഒരു 2 പ്രാവശ്യം തന്നെ ഇളക്കുമ്പം തന്നെ അത് ഇതിൻ്റെ ഒരു പകുതിയാവും കൊണ്ട് വാടിയിട്ട് ഒരു പകുതിയാവും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പം തന്നെ. എന്തായാലും അതിനെ ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി അതിലേക്ക് വേണ്ട നമുക്ക് കൂട്ടുണ്ടാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം ഇത്രയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ഈ ചതച്ചെടുത്ത സാധനവും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡിയാവും. അങ്ങനെ തോരൻ ഇവിടെ റെഡിയായേ. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാതെ എങ്ങനെ പോകുന്നത്. അങ്ങനെ നല്ല ചൂടായിരുന്നു. ഊതിയൊക്കെ ഞാൻ കഴിച്ച് നോക്കി. അടിപൊളിയായിരുന്നു കേട്ടോ. മധുരമൊക്കെ ഉണ്ടായിരുന്നു. ചുമ്മാ അല്ല അതിന് മധുരച്ചീരെന്ന് പേര് വന്നത്. ഇനി നമുക്ക് അടുത്ത് വേറൊരു കറിയും കൂടെ വെച്ചാലോ? നമ്മുടെ കണ്ണിമാങ്ങ. ഈ മാങ്ങയും ആ ചേച്ചി തന്നതാണ് കേട്ടോ. അതായത് ഇത് ഒരാഴ്ചയ്ക്ക് മുമ്പേ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര വെയിലായത് കൊണ്ട് മാങ്ങയെല്ലാം തൊഴിഞ്ഞ് പോകുന്നു പറഞ്ഞിട്ട് ആ ചേച്ചി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും പൊന്നൂന് ഉപ്പിലിടണം. ഭയങ്കര കരച്ചിലായിരുന്നു. ശരിക്കും ഞാനിതൊന്നും ഉപ്പിലിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ്. ഇതിങ്ങനെ കറക്റ്റാണെന്നൊന്നും കൂടി എനിക്കറിയില്ല. എൻ്റെ യുക്തിക്കനുസരിച്ച് ഞാൻ ചെയ്യുന്നതാണ്. അങ്ങനെ മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകി കറകളയാൻ വെള്ളത്തിട്ടിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് നട്ടു വെച്ചിട്ടുള്ള പച്ചമുളക് മരത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. മരമല്ല, ചെടി. അതിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പച്ചമുളകും കഴുകി. പിന്നെ എനിക്ക് കുപ്പിയൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഞാനൊരു പ്ലാസ്റ്റിക് കുപ്പിയാണ് കേട്ടോ. ഗ്ലാസ്സിലുള്ള കിട്ടിയില്ല, പ്ലാസ്റ്റിക്കുള്ള കുപ്പിയിലാണ് ഇട്ടത്. അങ്ങനെ മാങ്ങയെല്ലാം കഴുകി കുപ്പിക്കകത്താക്കി കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട്. അതുപോലെ വെള്ളം ഒഴിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ എനിക്കൊരു അബദ്ധം പറ്റിയത്. കാരണം ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരോട് ചോദിച്ചത് ഇങ്ങനെ തന്നെയാണ്. അപ്പം വെള്ളം നമ്മൾ ഉപ്പിട്ട് തിളപ്പിച്ച് അത് തണുത്തതിന് ശേഷമായിരുന്നു ഒഴിക്കേണ്ടത്. ഞാൻ പച്ചവെള്ളത്തിനാണ് ഇട്ട് വെച്ചത് കേട്ടോ. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അന്ന് തൊട്ടേ പൊന്നിനിത് നോക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഇത് ആയപ്പോഴത്തേക്കും അവളിവിടെ ഇല്ലാതെയും പോയി. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം എന്താ നോക്കിയപ്പം ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ അവസ്ഥ. ഇനി നമുക്ക് ഇത് വെച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ ഇതിങ്ങനെ ഉപ്പിലിട്ട് തിന്നണമെന്ന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അതിൽ നിന്ന് ഒരു മാങ്ങയും 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇതും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ള നാടൻ പച്ചമുളക് കൊണ്ടല്ല, അതും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര എരിയാണ് കേട്ടോ. ശരിക്കും ഞാൻ കയ്യിൽ നിന്ന് ടച്ച് ചെയ്യാത്ത രീതിയിലൊക്കെയാണ് കട്ട് ചെയ്തത്. ഭയങ്കര നീറ്റലായിരിക്കും.
അങ്ങനെ അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്ത സമയത്ത് എൻ്റെ വായിൽ കൂടെയൊക്കെ വെള്ളം പോകുന്നുണ്ട്. അങ്ങനെ കൊതി സഹിക്കാൻ വയ്യ അതിൽ നിന്ന് ഒരു കഷ്ണം ഞാൻ കഴിച്ച് നോക്കുന്നുണ്ട്. അപ്പം നല്ല ഉപ്പൊക്കെ പിടിച്ച് ഇരിപ്പുണ്ട്, അടിപൊളിയായിരുന്നു കേട്ടോ. എന്നാലും കുറച്ചും കൂടി മാങ്ങയുടെ കുറച്ച് സോഫ്റ്റ് ആവണം. ഉപ്പുമാങ്ങ കഴിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആവണമല്ലോ, അത്രയ്ക്കും അങ്ങോട്ട് ആയിട്ടില്ല. എന്നാലും അടിപൊളിയായിരുന്നു, ഉപ്പൊക്കെ പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ അത് വെച്ച് ഒരു ചമ്മന്തി, ബാക്കിയൊക്കെ സാധനങ്ങളും കൂടെ ഇടുന്നുണ്ടേ. അതിനകത്ത് കരിവേപ്പിലയും കുറച്ച് ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് അരച്ച് നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഊണ് ഒരു നാടൻ സ്റ്റൈലങ്ങ് ആയിക്കോട്ടെ. കാരണം എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എന്തും കഴിക്കും. പൊന്നുവാണെങ്കിൽ ഇതൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഒരു നാടൻ സ്റ്റൈലിലൊരു ഊണാണ് ഇന്ന് റെഡിയാക്കിയെടുത്തത്. അങ്ങനെ ഊണ് കഴിക്കാനുള്ള സമയമൊക്കെ വന്നു. അങ്ങനെ നമ്മൾ ചോറും നമ്മുടെ മധുരക്കീരത്തോരനും പിന്നെ ഉള്ളത് എന്താണ് നമ്മുടെ മാങ്ങാ ചമ്മന്തി അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ കുറച്ചും കൂടി എരി വേണമായിരുന്നു തോന്നി, കാരണം മുളകിന് എരി കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തുള്ളായിരുന്നു. പിന്നെ വേണമെങ്കിൽ ഒരു അല്പവും കൂടെ മുളക് ചേർക്കായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ മാങ്ങാ ചമ്മന്തിയും പിന്നെ സലാഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സലാഡ് ഉണ്ടെങ്കിൽ പിന്നെ ചമ്മന്തി സലാഡും കൂടെ ഭയങ്കര കോമ്പിനേഷനല്ലേ, നല്ല രസമല്ലേ കുഴച്ച് തിന്നാനായിട്ടും. പിന്നെ ഒരു സൈഡിലൊരു ഓംലെറ്റും പിന്നെ ലാസ്റ്റായിട്ട് പപ്പടം, ഇതെല്ലാം കൂടെ ചേർത്തൊരു കുഞ്ഞു ഊണാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക്. വേണമെങ്കിൽ ഒരു നാടൻ സ്റ്റൈലിലുള്ള ഊണെന്നൊക്കെ പറയാമല്ലേ. അങ്ങനെ ഞാൻ ഇവിടെ എടുത്ത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും ഊണൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണോ അതേ കഴിക്കാൻ പോവുകയാണ്? എന്തായാലും നിങ്ങളുടെ കാര്യം നടക്കട്ടെ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.